ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനോട് പറയുകയാണ് കേട്ടോ, പിള്ളേരെല്ലാം മലയ്ക്ക് പോയിട്ട് വന്നിട്ടും അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് മാറ്റമൊന്നുമില്ലല്ലോ, ഇനി എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയാം, താൻ വിഷമിക്കേണ്ട, എൻ്റെ അസുഖം പരിപൂർണമായിട്ട് മാറി, പക്ഷേ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പുറത്ത് പറയരുതെന്ന്. അപ്പോൾ മുത്തശ്ശി പറയാം, അസുഖങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചടിയായാലോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഭാര്യയുള്ളപ്പോൾ ഭർത്താവ് മരിക്കുന്നത് അവിടെ നല്ലത്, അസുഖം മാറിയെന്ന് പറഞ്ഞിട്ടും അതാണ് എനിക്ക് വലിയ സന്തോഷമൊന്നും ഇല്ലാത്തത്. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥയിൽ ഇതൊന്നും ആരും അറിയണ്ട, ഇങ്ങനെ മുമ്പോട്ട് പോട്ടെ, എങ്കിൽ മാത്രമേ ഇവിടെ പലതും പറഞ്ഞാൽ കേൾക്കുള്ളൂ എന്നുള്ള അവസ്ഥയിൽ അനന്തപുരി തറവാടിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും അത് സമ്മതിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ദേവയാനിനെയാണ് കേട്ടോ. ദേവയാനി എന്നിട്ട് ജയനോട് ചോദിക്കുവാണ്, അല്ല എൻ്റെ കരൾ തന്ന പെൺകൊച്ചിൻ്റെ പേരെന്തെന്നാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ജയനാകെ വെപ്രാളം പിടിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചോദിക്കുക, നയനാന്നാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനെ പറയാം, അന്ന് ആദർശ് പറഞ്ഞിരുന്നു നയനാന്ന് വേറുള്ളൊരു പെൺകൊച്ചാണ് തന്നത്, എത്ര വയസ്സ് കാണും എന്ന് ചോദിക്കുമ്പോഴേക്കും ജയൻ പറയുകയാണ്, അത് ഏകദേശം നയനമോളുടെ പ്രായമാണെന്ന് തോന്നുന്നു, 1 വയസ്സോ ഇങ്ങോട്ടോ എന്നൊക്കെ പറഞ്ഞ് ആകെ പതറുവാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴേക്കും ദേവയാനിക്ക് ആകെ സംശയം തോന്നുവാണ്. അപ്പോഴത്തേക്കും ചോദിക്കുവാണ്, എന്താ ഒരു പതർച്ച എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല അതൊന്നുമില്ല, തനിക്ക് നയന എന്നുള്ള പേര് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്നിങ്ങനെ പറയുക കേട്ടോ. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് ഓർത്താ, എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞ് ചേട്ടൻ പയ്യെ കള്ളം പറയാൻ നോക്കും കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, എനിക്ക് കരൾ പകുത്ത് വന്ന പെൺകൊച്ചിൻ്റെ പേര് നയനാന്നല്ലേ, അതുകൊണ്ട് ഇപ്പം എനിക്ക് ആ പേരിനോട് അയിത്തൊന്നും ഇല്ലയെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ജയന് ചെറുതായിട്ട് സന്തോഷമാവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ എല്ലാം മാറി വരട്ടടോ എന്ന് പറയുക കേട്ടോ. അത് കഴിയുമ്പോൾ പറയാണ്, എനിക്ക് ആ പെൺകൊച്ചിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, അതിന് സമയമായിട്ടില്ല, ഞാൻ ആദർശിനോട് ചോദിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുപോകാം, എനിക്ക് കറക്റ്റ് എല്ലാം അറിയില്ല, അവനാണല്ലോ ഒന്ന് അവരുമായിട്ട് മെയിനായിട്ട് സംസാരിച്ചത് എന്ന് പറയാം കേട്ടോ. ഇത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അച്ഛനും മോനും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുക കേട്ടോ. നേരെ ചെല്ലുന്ന ആദർശിൻ്റെ അടുത്തോട്ടാണ്. ആദർശിൻ്റെ അടുത്ത് ചെന്നിട്ടും ഇതേ കാര്യം പറയുക കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ജാനകി താഴോട്ട് വരുവാണ്. എന്നിട്ട് പറയുകയാണ്, ഇവനെപ്പോഴും ഇവൻ്റെ ഭാര്യയുടെ കാര്യം പൊക്കി പറയാനല്ലേ സമയമുള്ളൂ, എൻ്റെ മകൻ്റെ ജീവിതം പോകുന്നതിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഇവനെ കണ്ടിട്ടാണ് അവൻ വളരുന്നത്, ഇവനോ ഇവൻ്റെ ഭാര്യയെന്ന് കണ്ടിട്ട് അതാണോ അനി അവൻ്റെ ജീവിതത്തിൽ പകർത്തുന്നത്? അല്ല, എല്ലാവർക്കും നയനാന്നും പറഞ്ഞുകൊണ്ട് 100 നാവാ, എന്ത് കാണിച്ചിട്ടാണോ എന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുക കേട്ടോ ജാനകി. ഇതൊക്കെ കേൾക്കുന്ന ആദർശ് പറയുന്നുണ്ട്, നയനയുടെ നന്മയും ഗുണവും എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ വെറുതെ ഒന്നും അല്ലല്ലോ നന്ദു അവളെ പിടിച്ച് അടിച്ചത്, അവളുടെ കയ്യിരിപ്പിൻ്റെ അല്ലേ, ഇത്രയും വയ്യാതിരുന്ന അവസ്ഥയിലും നയനനെ പിടിച്ച് തള്ളിയിട്ടല്ലേ എന്ന് ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുന്ന ജാനകി പറയാം, എന്ത് വയ്യാഴിക, നീ എടുത്തു കൊടുത്ത വീട്ടിൽ സുഖിച്ച് വെറുതെ ഇരിക്കുന്നു, അല്ലാതെ അവൾക്ക് എന്ത് വയ്യാഴിക എന്ന് പറയും കേട്ടോ. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഇതിനൊക്കെ മറുപടി എനിക്ക് പറയണമെന്നുണ്ട്, വീട്ടിൽ പലർക്കും സത്യങ്ങളറിയാം, അവളെപ്പറ്റിയുള്ള എല്ലാ കാര്യവും അറിയാം, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അത് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകും കേട്ടോ. ആ സമയത്ത് ജാനകി പറയാണ്, എൻ്റെ മകൻ്റെ ജീവിതം പോയി, അല്ലാതെ എന്താ എന്നിങ്ങനെ ദേവേനോട് പറയും കേട്ടോ. അപ്പം ദേവേന പറയാം, നീ അങ്ങനെയൊന്നും പറയാതെ, അങ്ങനെയൊന്നുമില്ല, അനിയുടെ ജീവിതം തകരുന്ന ഇവിടെ ആർക്കും സഹിക്കില്ല എന്ന് എനിക്കറിയാലോ, അവൻ സംസാരിക്കും അനിയോട്, സമാധാനമായിട്ടിരിക്കുക എന്ന് പറയും കേട്ടോ. അതേ സമയത്ത് രേവതി വന്നിട്ട് അനാമികയോട് പറയാം, എടി നീ അനിയനെ ഒന്ന് വിളിക്കാൻ നോക്ക്, നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ, അല്ലാതെ അവർക്ക് വേറെ പെണ്ണിനെ കിട്ടാനൊരു ബുദ്ധിമുട്ടുമില്ല, പിന്നെ ഈ നീ പോയ ഗ്യാപ്പിൽ കയറാൻ നോക്കി നിൽക്കുന്ന 100 പേരുണ്ട്, പ്രത്യേകിച്ച് ആ നന്ദു, അപ്പം നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവുന്നേ എന്ന് പറയും കേട്ടോ. അപ്പം അനാമി പറയുന്നുണ്ട്, എന്നെയും കൊണ്ടൊന്നും പറ്റത്തില്ല, അപ്പോഴേക്കും നീ നമ്മുടെ അവസ്ഥയൊക്കെ ഓർത്ത് വേണം ഓരോന്ന് ചെയ്യാൻ, അവർക്ക് പോയി കഴിഞ്ഞാൽ വേറെ ആളെ കിട്ടും എന്നുള്ള ബോധം വേണമെന്ന് പറയുമ്പം അനാമിക്ക് ചെറുതായിട്ട് ടെൻഷൻ ആവുകയാണ് കേട്ടോ. അതും പറയുകയാണ്, അനീനെ വിളിച്ചില്ലേ വേണ്ട, അവൻ്റെ വലിയമ്മേനെ വിളിച്ച് ചെറുതായിട്ട് സുഖവിവരമൊക്കെ അന്വേഷിച്ചിട്ട് ലാസ്റ്റ് നൈസായിട്ട് അനി കൂട്ടാൻ വരുന്നില്ല എന്നുള്ള രീതിയിൽ പറ, അവരെങ്ങനെയും പറഞ്ഞു വിട്ടോളും എന്ന് പറയും കേട്ടോ. അതേ സമയത്ത് അനിയോട് സംസാരിക്കുവാണ് ആദർശ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ പോയി കൂട്ടിക്കൊണ്ടു പോകാൻ, ഇവിടെ അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനി തിരിച്ചു പറയുവാണ്, ആദർശേട്ടൻ ആദ്യം പോയി സ്വന്തം ഭാര്യേനെ കൂട്ടിക്കൊണ്ടുപോവുക, ഇടത്ത് ഈ വീടിന് വേണ്ടി ചെയ്ത നന്മകളൊന്നും ആരും ഇവിടെ ചെയ്തിട്ടില്ല, ഒരു മരുമകളും കയറി വന്നവർക്ക് അത്രയ്ക്ക് വീടിനോട് സ്നേഹമോ കടപ്പാടോ ഒന്നും ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശം അനിയും തമ്മിൽ സംസാരിക്കുന്നതെന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമോയെന്നറിയാൻ വേണ്ടി ദേവയാനി ഇതൊക്കെ മാറി നിന്ന് കേൾക്കുവാണ് കേട്ടോ. എല്ലാം കേട്ട് കഴിയുമ്പോൾ ദേവയാനിക്ക് ആകെ സംശയം തോന്നുവാണ്. മുറി പോയിരുന്നിട്ട് ചിന്തിക്കുവാണ്, ഇതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന്. അത് കഴിയുമ്പോൾ കാണിക്കുന്നത്
ഗോവിന്ദനും കനകയും സംസാരിക്കുകയാണ് കേട്ടോ. നന്ദുവിനെ പുറത്തൊന്നും വിടണ്ട, ആ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, കേസ് പോലും അവർ പോലീസ് കേസ് പോലും എടുക്കാത്തത് കുടുംബത്തിന് നാണക്കേടാവുമെന്ന് ഓർത്താ. അപ്പം നമ്മളായിട്ട് കൊണ്ട് പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കുടുംബക്കാർ തന്നെ അകത്ത് പോകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ എന്നൊക്കെ പറയുക കേട്ടോ. ആ സമയത്ത് ആദർശം മരുന്നും കൊണ്ട് വരുവാണ് നയനയ്ക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, നീ വീട്ടിലോട്ട് വാ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാനിപ്പോൾ അന്ന് അമ്മയുടെ പ്രഷർ വെറുതെ കൂടത്തേ ഉള്ളൂ. ഞങ്ങളുടെ ഇടയിൽ കിടന്ന ആദർശേട്ടന് ഒരുപാട് ബുദ്ധിമുട്ടും. കുറച്ച് ദിവസമാണ് ഞാനിവിടെ മനസ്സമാധാനമായിട്ട് നിൽക്കട്ടെ, അവിടെ വന്ന് പ്രശ്നം ഉണ്ടാകുന്നതിലും നല്ലതല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെപ്പോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാരും ഉണ്ട്. പക്ഷേ സാരമില്ല, നിനക്ക് ഇതാണ് മനസ്സമാധാനമെങ്കിൽ ഇവിടെ തന്നെ നിന്നു, ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് ആദർശം അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, മോനാകെ വിഷമമായെന്നാണ് തോന്നുന്നേ എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിയുമ്പോൾ ദേവയാനി ജയം പുറത്തു പോകുന്ന നേരത്ത് റെഡി ആയിട്ട് വരികയാണ്. ഞാനും വരുന്നുണ്ട് ജയേട്ടാ എന്ന് പറയുമ്പം ജയം പറയുക, അതിനെനിക്ക് കമ്പനിയുടെ മീറ്റിംഗ് ഉണ്ട്, അതിനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ, ഞാൻ കമ്പനിയിലോട്ടല്ല വരുന്നത്, പോരുന്ന വഴിക്ക് എനിക്ക് കരൾ ദാനം തന്നെ പെൺകുട്ടിയുടെ വീടിൻ്റെ അവിടെ വിട്ടേക്ക് എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന ജയനാകെ ഞെട്ടുവാണ് കേട്ടോ. അത് കേട്ട് മൂർത്തി സാറും ഭാര്യയും കൂടെ വന്നിട്ട് പറയുക, എന്താ ഇവിടെ കുഴപ്പം, നിനക്ക് പുറത്തോട്ട് ഇറങ്ങാറൊന്നും ആയിട്ടില്ല, അത്യാവശ്യത്തിന് പുറത്തിറങ്ങാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്, ഇത് അത്യാവശ്യമല്ലല്ലോ, കുറച്ച് ഇവിടെ സമാധാനമായിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആ പെൺകൊച്ചിനെ എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയുമ്പം എല്ലാവരും ഇത് തടയുന്ന കാണുമ്പോഴത്തേക്കും ദേവയാനിക്ക് പിന്നെ സംശയം തോന്നുന്നു കേട്ടോ. എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെയൊക്കെ പെരുമാറ്റം കണ്ടിട്ട് ആകെ ഒരു പന്തികേട് തോന്നുന്നു, മൊത്തത്തിലൊരു സംശയം എന്ന് പറയും കേട്ടോ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ജയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.